ഏത് ഫിഷാ? ഇത് ജയന്റ് ഫിഷുകളാണല്ലോ. ഇത് ഫിഷ് എന്ത് ചെയ്യും? അതിനവിടെ ഫിഷ് 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 അവിടെ ഇവിടെ എല്ലാ ഫിഷാണല്ലോ. ഇതൊരു ഇച്ച ഫിഷ് എന്തായിരുന്നല്ലോ. അതേ പോയിരിക്കുന്നു. ഇതന്നെ ഓന്തോ ഫിഷ് ഓന്ത് പോലത്തെ ഫിഷ് ഫിഷ് കാലുണ്ട്. ഇതിന്റെ ഇതുണ്ട്. എഗ്ഗുണ്ടോ അവിടെ? Flashing red lights, driving at night, windowless ride, feeling alive, nothing in sight, forever in flight, follow those lines, we'll make it this time, blurry street lights. ഇവന്റെ മോൻ കാണുമ്പോഴേ ഹൗ ടു ട്രെയിൻ യുവർ ഡ്രാഗൺ എന്ന മൂവിയിലെ ഡ്രാഗന്റെ മോൻ പോലില്ലേ? ഇവിടെ കുട്ടികൾക്ക് ചെറിയ മറ്റ് ജീവിവർഗങ്ങളെ കുറിച്ചും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഫിഷിനെ കുറിച്ച് മാത്രമല്ല മറ്റ് ഇതുപോലുള്ള ജീവികളെ കുറിച്ചും എല്ലാം പറയുന്നുണ്ട്. Up to 800 legs. Yeah, see 100 legs. You can see the legs. How many legs, Antonio? 100. Very good. Lots yeah. of legs. Yeah. Then at the very bottom, there's some giant African landscales. Lansdale, African Lansdale. You can see. See here. This one. Lansdale. They come from Africa and they live on the land pretty much. Yeah. That's pretty cool, isn't it? Yeah. In this one there is some stick insects. Can you spot any? No. There is one, I can see it just around this corner. Oh. You got A it? little bit hidden. And then in here we've got stick insect. Can you see them up there at the very top? Yes, You see the here, just over the stick. I cannot see that. You can see. You can see this one. Yeah. Yeah. Which looks like a sticker. Yeah, let's get the sticker. Yeah. Just wait. Great. Good job. Christina, one high five. Do you want a sticker? High five. Right, you ready? Edward, you want a sticker? Come on, sticker. Come on, high five. Nice. Nice. Thank you, dear, again. Come on, let's go. Say bye-bye. Guys, I got a sticker and Motai. Wow. Okay. Wow. Could you die any minute? Go for a ride down the side, PCH country limit. Wow, submarine. You sitting as well, Ollie? You sitting as well, Ollie? I get photo. Yeah, go on, you book it in all this way. I'll take all three of you in a photo. ഒരു ഫിഷ് കിട്ടുന്നുണ്ടോ? ഹലോ. വെഡ് കണ്ടോടാ? വെഡ് ഇവിടെ കണ്ടോ? ഇഷ്ടം കണ്ടോ ഇവിടെ? ആ ബ്ലൂ കളർ అంటే కుట్టిగా ఉంది പുറത്തോട്ട് വളാ പോയി. നല്ല ഭംഗിയില്ലേ? സ്റ്റിംഗ്റേയുടെ ഇത്രയും നല്ലൊരു കാഴ്ച ഇതിനു മുമ്പ് കണ്ടിട്ടേ ഇല്ല. ശരിക്കും ഒരു ഏലിയൻ ചിരിച്ചുകൊണ്ട് വരുന്നവരൊക്കെ തോന്നല്ലേ? ആന്റണി, ഇതിന്റെ പേരെന്നാ? സീല്. അതിന്റെ അകത്തൊന്നുമില്ല. അത് എഴുതിയേക്കുന്നതെന്ന് വെച്ചാല് ഫ്ലൈയിങ് റിങ്ങുകൾ, കടലിലേക്ക് നമ്മൾ എറിയുന്ന ഫ്ലൈയിങ് റിങ്ങുകളില്ലേ, അത് സീലിന്റെ ലൈഫ് അതുങ്ങളെ കൊല്ലാൻ ചാൻസ് ഉണ്ട്, ഒരിക്കലും അങ്ങനെ എറിയല്ലെന്ന്.
ഓക്കെ, നമ്മൾ കടലിൽ എറിഞ്ഞ് കളിക്കുകയല്ലേ. അപ്പോൾ നമ്മൾ ഫ്ലൈയിങ് റിങ്ങുകൾ എറിഞ്ഞാൽ അത് എൻ്റെ കഴുത്തെ കുടുങ്ങി അത് ചത്തുവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും അങ്ങനെ എറിയില്ല. ഒരു കാരണവശാലും പ്ലാസ്റ്റിക് ഒന്നും ഇടാൻ പാടില്ല കടലിലോ വെള്ളത്തിലൊക്കെ. ആ കണ്ടോ, അതിൻ്റെ കഴുത്തുണ്ടോ, അതിൽ ചോര വന്ന് അത് ചത്തുപോകും. അപ്പോൾ അങ്ങനെ ഉണ്ടാവരുത്. ആ റെഡ് വാ ചോര പോലെ അങ്ങനെ വരും. അതിന് അങ്ങനെ മുറിവുണ്ടായി അത് ചത്തുപോകും. ഓക്കെ, ഫിഷെല്ലാം കൂടെ വരുന്നുണ്ടോ? കരണ്ട് ഇവിടെ കുട്ടികൾക്ക് പിന്നെ ആക്ടിവിറ്റീസ് ചെയ്യുന്ന കുറച്ച് ഒരിടമുണ്ട്. പെയിൻറ്റിങ്ങും അവർക്ക് ബിൽഡിംഗ് ബ്ലോക്സ് ഉണ്ടാക്കാനും ഒക്കെ ഫുള്ള് കുട്ടികളെ എങ്ങനെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യാമെന്ന് നല്ലപോലെ ഇവർക്കറിയാം. അവർ ഓരോന്നും അതിനുവേണ്ടി സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവിടെ. അതുകൊണ്ടൊക്കെ തന്നെ കുട്ടികൾക്ക് ഒരുപാട് സീ ലൈഫ് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റി. കുട്ടികളുടെ ഈ ആക്ടിവിറ്റീസ് കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ സോൺ 2 പോലെ ഒരു സ്ഥലത്തേക്ക് ചെല്ലും. അവിടെ സ്റ്റാർ ഫിഷിനെയും മറ്റ് ജീവിവർഗങ്ങളെയും തൊട്ടറിയാൻ നമുക്ക് സാധിക്കുന്നതാണ്. ഇവിടെ നമുക്ക് പ്രോപ്പർ ഗൈഡൻസ് കിട്ടും. ഫസ്റ്റ് ഹാൻഡ് വാഷൊക്കെ ചെയ്ത് ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രമേ സ്റ്റാർ ഫിഷിനെയും മറ്റു ഇതുകളെയൊക്കെ നമുക്ക് തൊട്ടറിയാൻ പറ്റുള്ളൂ. കുട്ടികൾ അവർ ശരിക്കും തൊട്ട് അതിനെ അനുഭവിച്ചറിയാൻ സാധിച്ചു അവർക്ക്. സ്റ്റാർ ഫിഷിനെ കുറിച്ചുള്ള ഒരു ശരിക്കുള്ള ഒരു ഇൻഫർമേഷൻ എന്ന് വെച്ചാൽ, സ്റ്റാർ ഫിഷിന് ഏതെങ്കിലും ഒരു ഫിഷ് വേട്ടയാടുവാണെങ്കിൽ അതിന് അതിൻ്റെ കൈ മുറിച്ച് കളഞ്ഞിട്ട് രക്ഷപ്പെടാൻ പറ്റും. അത് പിന്നീട് തന്നെ വളരുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇതൊക്കെ നമുക്ക് ശരിക്കും അറിയാൻ പറ്റുന്ന ഇങ്ങനെയൊക്കെ വിസിറ്റ് ചെയ്യാൻ സാധിക്കുമ്പോഴാണ്. അതുപോലെ അതിൻ്റെ ചെറിയ ചെറിയ കാലുകൾ, അതിന് നൂറുകണക്കിന് കാലുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് ബ്ലോക്സിനൊക്കെ അള്ളി പിടിച്ച് കയറുന്നതും ഒക്കെ ചെയ്യുന്നത് അങ്ങനെയാണ്. ഇവിടെ 1500-ൽ പരം മത്സ്യവിഭവങ്ങളുണ്ട്. ഞങ്ങൾക്ക് ഇവിടെ മിസ്സായ വലിയൊരു കാര്യം എന്ന് വെച്ചാൽ, ഒരു ടണലിൽ കൂടെ പോയി മത്സ്യങ്ങളെ കാണുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ ചെല്ലുമ്പം അത് ക്ലോസ്ഡ് ആയിരുന്നു. ഏപ്രിൽ ലാസ്റ്റോടെ ഓപ്പൺ ആവുള്ളൂ എന്ന് അവർ പറഞ്ഞത്. Someone on the screen at last. They ain't looking inside for their needs in life. They wanna be like by everybody in sight. But trust me, being free ain't spotlights. No, it's long nights and it's long fights with yourself all the time to get your mind right. But if you put in the work, you can find the light. Alright, I'll do anything that I feel like I wanna do. I'm living life like I got nothing left to prove. No end in sight, just always staying on the move. ഫസ്റ്റ് ഏതാന്ന് വെച്ചാൽ ഇതാണ് ഞാൻ തുറക്കാൻ പോകുന്നത്. വാ, ഇതുണ്ട്, എൻ്റെ ഫോട്ടോ ഉണ്ടോ? ഫോട്ടോ ഇവിടെ ഉള്ളത്.
എങ്ങനെയുണ്ട്? അപ്പൊ ഇഷ്ടപ്പെട്ടോ നിനക്ക്? അതെനിക്ക് ഇഷ്ടപ്പെട്ടു ഗൈസ്. ഇതാണ് ഇഷ്ടപ്പെട്ടത്. ഇടിച്ചന്റെ കാണിച്ച് ഇഷ്ടപ്പെട്ടോ? ഇടിച്ചൻ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടോ? നല്ല അടിപൊളിയാണോ? റോസക്കുട്ടിക്കോ? ഫിഷിനെ പിടിച്ചോ? ഓ ദൂരെ നിൽക്കണോ? പാപ്പ കുടിക്കാൻ വേണ്ടിയാണോ? ഇനി നമ്മൾ ബീച്ചിൽ പോയി കളിക്കാൻ പോവാണ് ഗൈസ്. അവിടുത്തെ ഗിഫ്റ്റ് ഹൗസിൽ നിന്ന് കുഞ്ഞുങ്ങൾക്ക് ചെറിയ ഗിഫ്റ്റൊക്കെ മേടിച്ചു കൊടുത്ത് പിന്നെ ഞങ്ങൾ പോയി കുറച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ കുറച്ച് നേരം ബീച്ചിൽ പോയി. ബീച്ചിൽ നല്ല കോൾഡാണ്, നല്ല തണുപ്പായിരുന്നു, നല്ല വിൻഡി ആയിരുന്നു. അതുകൊണ്ട് അധികം സമയം കുട്ടികളുമായിട്ട് ബീച്ച് ചെലവഴിക്കാൻ പറ്റിയില്ല. അവർക്ക് ബീച്ചിൽ കൂടുതൽ സമയം വേണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ നല്ല വിൻഡി ആയതുകൊണ്ട് ഞങ്ങൾ അത് വേണ്ട, വേറെ ദിവസത്തേക്ക് മാറ്റി വയ്ക്കുക ചെയ്തത്. മൂന്നുപേർക്കും ക്യാൻസലായോ? കുറച്ച് നേരം അവർ ബീച്ചിൽ കളിച്ചു, പിന്നെ കുറേ നേരം കടൽ കണ്ടു. അതിനുശേഷം പയ്യെ യാർമത്തിലെ കാഴ്ചകളൊക്കെ അവസാനിപ്പിച്ച് ഞങ്ങൾ തിരികെ വീട്ടിലേക്ക് പോന്നു. ഇന്നത്തെ നമ്മുടെ വീഡിയോ കഴിഞ്ഞ് ഇനി നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. ബൈ ബൈ പറടാ. എവിടെ പോവാ?